ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ വെള്ളിയാഴ്ച ആരംഭിച്ച ബിജെപിയുടെ രാപ്പകൽ സെക്രട്ടേറിയറ്റ് ഉപരോധം അവസാനിച്ചു. ഇന്ന് വൈകിട്ട് വരെയായിരുന്നു സമരം. കഴിഞ്ഞ ദിവസം വൈകിട്ട് തുടങ്ങിയ സമരത്തിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, കുമ്മനം രാജശേഖരൻ, പി കെ കൃഷ്ണദാസ്, ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ശക്തമായ മഴയത്ത് ശരണം വിളിച്ചും മുദ്രാവാക്യം വിളിച്ചും പ്രവർത്തകർക്കൊപ്പം രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള നേതാക്കൾ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചിരുന്നു. ഇന്ന് സെക്രട്ടേറിയറ്റിലേക്കുള്ള 3 ഗേറ്റുകൾ ബിജെപി പ്രവർത്തകർ ഉപരോധിച്ചു. വിവിധ ജില്ലയിൽ നിന്നുള്ള 100 കണക്കിന് പ്രവർത്തകരാണ് സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൽ പങ്കെടുത്തത്. ശബരിമല സ്വർണ്ണമോഷണത്തിൽ നടപടി, ദേവസ്വം മന്ത്രി രാജിവെക്കുക, ദേവസ്വം ബോർഡ് പിരിച്ചുവിടുക, 30 വർഷത്തെ ദേവസ്വം ബോർഡിലെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു രാപ്പകൽ സമരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സമരം ഏറ്റെടുക്കാൻ വൈകിയതിൽ ബിജെപി നേതൃയോഗങ്ങളിൽ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. ശബരിമല യുവതി പ്രവേശനത്തിന് പിന്നാലെ ശബരിമല സ്വർണ്ണക്കൊള്ളയിലും കോൺഗ്രസ് നേട്ടം കൊയ്യുമെന്നായിരുന്നു ബിജെപിക്കുള്ളിലെ വിമർശനം. അതിനിടെയാണ് 2 ദിവസത്തെ രാപ്പകൽ സമരം ബിജെപി സംഘടിപ്പിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മന്ത്രി വി.എൻ. വാസവന്റെ പങ്ക് SIT കണ്ടെത്തിയിട്ടുണ്ടെന്ന് ഉപരോധ സമരത്തിൽ സംസാരിക്കവേ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ശബരിമലയോട് സർക്കാർ ചെയ്തത് ദ്രോഹമാണെന്നും മറ്റേതെങ്കിലും മതത്തിന്റെ പള്ളിയായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതിയെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഞങ്ങൾക്ക് കൃത്യമായ ഇൻഫർമേഷൻ ഉണ്ട്. SIT തെളിവ് കണ്ടുപിടിച്ചിട്ടുണ്ട്. വാസവൻ മന്ത്രിന്റെ ഇതിന്റെ ഒരു റോൾ അദ്ദേഹത്തിനെ സംരക്ഷിക്കാൻ നോക്കണ്ട, ഞങ്ങളത് സമ്മതിക്കില്ല. കുറ്റം ചെയ്തിട്ടുണ്ട് ദേവസ്വം മന്ത്രി, കുറ്റം ചെയ്തിട്ടുണ്ട് ദേവസ്വം ബോർഡ്. ദേവസ്വം ബോർഡിനെ ഒരു ദല്ലാൽമാരുടെ സംസ്ഥാനമാക്കിയത് നമ്മുടെ ദേവസ്വം മന്ത്രിയാണ്. ഇതിന്റെ ഒരു കോൺസിക്വൻസ് കിട്ടണം. അത് ഞങ്ങൾ അതിന് വേണ്ടി സമരം ചെയ്യും. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നു. ഇനിയും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യും. വിശ്വാസികളെതിരെ ഇതൊരു വഞ്ചനയാണ്. ശബരിമലന്റെ എതിരെ ഒരു ദ്രോഹമാണ്. ഇത് വേറെ ഏതെങ്കിലും ഒരു മതത്തിന്റെ പള്ളി ആയിരുന്നെങ്കിൽ എന്തായിരിക്കും ഇവിടെ സ്ഥിതി? വീഴ്ച എന്ന് പറയാൻ ധൈര്യം ഉണ്ടാവോ മുഖ്യമന്ത്രിക്ക്? ഉണ്ടാവില്ല. ഇത് ഹിന്ദുക്കളുടെ അമ്പലമാണ്, അതുകൊണ്ടാണ് ധൈര്യം. ഞങ്ങൾ ഒന്നും ചെയ്യില്ല എന്ന് വിചാരിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി, അതുകൊണ്ടാണ് ധൈര്യം. ആ കാലം കഴിഞ്ഞു. ഇനി ഞങ്ങളെ ദ്രോഹിക്കാൻ സമ്മതിക്കില്ല. അത് BJP ഈ കടമ ഏറ്റെടുത്തു എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു.